സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പള നായ്ക്കാപ്പിലെ സ്വർണ്ണ കവർച്ചയിൽ ബംഗളൂരുവിൽ വിൽപ്പന നടത്തിയ സ്വർണ്ണാഭരണം കണ്ടെടുത്തു. അറസ്റ്റിലായ ഇബ്രാഹിം കലന്തർ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് കവർച്ചകൾ നടത്തുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, സ്വർണം കണ്ടെത്തി കഴിഞ്ഞു, ഇനി കൂടുതൽ ഇത്തരം കവർച്ചകൾ നടത്തിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങളാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഈ കവർച്ച ചെയ്ത സ്വർണം അത് ബംഗളൂരുവിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. ആ സ്വർണ്ണമാണ് ഇപ്പോൾ കണ്ടെടുത്തത്. പ്രധാനമായും ആ ജ്വല്ലറിയിലെ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഈ പ്രതിയിലേക്ക് എത്താനും പോലീസിനെ സഹായിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ നിന്നും ഒരു മാല കണ്ടെത്തിയിരിക്കുന്നു. 5 പവനോളം തൂക്കമുള്ള മാലയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് 29 പവൻ സ്വർണവും വെള്ളിയും പണവും. അതാണ് ഈ കുമ്പള നായ്ക്കാപ്പിലെ അഭിഭാഷക ചൈത്രയുടെ വീട്ടിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടത്. അതിൽ നിന്നുമാണ് ഇത്രത്തോളം ഇപ്പോൾ സ്വർണം കിട്ടിയിട്ടുള്ളത്. ഇയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്, കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും. ശ്രീജ, അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ 7ഓളം ക്ഷേത്രങ്ങളിൽ കവർച്ച നടന്നിരുന്നു. അതായത് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള 7 ക്ഷേത്രങ്ങളാണ് മോഷണം നടന്നത്. അതിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അതിൽ രണ്ട് പ്രതികളെ പിടിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം, ഈ പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരെന്നാണ്. +1 പഠിക്കുന്ന 2 വിദ്യാർത്ഥികളാണ് പിടികൂടിയിരിക്കുന്നത്. അതായത് മോട്ടോർ സൈക്കിളിലെത്തി അവിടെ 7 ക്ഷേത്രങ്ങളിലാണ് കവർച്ച നടന്നത്. ഈ കലന്തർ ഷാഫിയുടെ അഷ്റഫിന്റെ പറഞ്ഞ അതേപോലെ തന്നെ ഈ സംഭവത്തിലും സമാനതകളുണ്ട്. അതായത് ആഡംബരമായ ജീവിതമാണ് ഈ കുട്ടികൾ നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഇവരുടെ പേര് വിവരങ്ങൾ പറയാൻ സാധിക്കില്ല, കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. 7 ക്ഷേത്രങ്ങളിലാണ് ഭണ്ഡാരം കുത്തി തുറന്നതും അത്തരത്തിലുള്ള കവർച്ച നടന്നത്. നമുക്കറിയാം, ഈ ഒരു വാർത്ത, ഈ ചൈത്രയുടെ വാർത്ത വന്നതിന് തൊട്ടു പിറ്റേ ദിവസമാണ് ഈ ഒരു ക്ഷേത്രത്തെ കവർച്ച കൊണ്ടുണ്ടായിരുന്നത്. അതിലാണിപ്പോൾ ഈ കുട്ടി പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. 2 പേരാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർ ആഡംബര ഹോട്ടലുകളിൽ പോയി വലിയ തോതിലുള്ള ഭക്ഷണം കഴിക്കുകയും ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നു. ഈ പണം ഉപയോഗിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ ചൈത്രയുടെ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ വീട്ടിൽ കവർച്ച നടന്നത്. അതായത് ഇവർ ഒരു ക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിന് പോയ സമയത്തായിരുന്നു ഈ കവർച്ച. വൈകിട്ട് 6 അതുപോലെ തന്നെ 8 ഇടയിലുള്ള സമയത്തിനിടയിലാണ് ഈ വീട്ടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അലമാറയിലുണ്ടായിരുന്ന ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി വലിയ തോതിൽ കവർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തൊരു സാഹചര്യം, വലിയ വിമർശനം പോലീസിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കവർച്ചയിൽ ഇയാളെ പിടികൂടിയതോടുകൂടി ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് വീടുകളിൽ നടന്ന കവർച്ച, അത് 40 പവൻ സ്വർണ്ണമൊക്കെ കവർച്ച ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തുമ്പുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ കലന്തർ അഷ്റഫ് എന്ന് പറയുന്ന ആളുടെക്കെതിരെ കർണാടകയിലും കേരളത്തിലുമായി 25-ലധികം കേസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അഡ്യനെടുക്ക ശാഖ, അവിടെ നടന്ന കവർച്ച 2 കിലോ സ്വർണവും 7 ലക്ഷം രൂപയാണ് അവിടെ നിന്നും കവർ ചെയ്തത്. അങ്ങനെ വലിയ വൻ കവർച്ച നടത്തുന്ന ഒരു സംഘമാണ്. ഇയാൾക്കൊപ്പം കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അവരെയും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിപ്പോൾ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ പോലീസിന് സൂചന ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് പോലീസിനെതിരെ പ്രത്യേകിച്ച് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്, അതുപോലെ തന്നെ കുമ്പള ഭാഗങ്ങളിലുമാണ് വലിയ തോതിൽ കവർച്ച നടന്നത്. ഈ കലന്തറിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ വാടക വീടുകളിൽ താമസിക്കും, ആ പ്രദേശം കണ്ടുവെക്കും, അങ്ങനെ അവിടെ കവർ ചെയ്യും, പിന്നീട് അടുത്ത വാടക വീട്ടിലേക്ക് പോകും. അതാണ് ഇയാളുടെ രീതി. ഇയാൾ കർണാടക സ്വദേശിയാണ്, പക്ഷേ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ ക്വാർട്ടേഴ്സുകളിൽ ഇത്തരത്തിൽ താമസിച്ച് കവർച്ച നടത്തുന്ന രീതിയായിരുന്നു ഇയാളുടെ. ഇയാൾ പിടിയിലായത് വലിയ ആശ്വാസമായിട്ടുണ്ട്. ഇനി മറ്റു സ്വർണം 29 പവനാണ് കവർ ചെയ്യപ്പെട്ടത്. 4 പവനോളം മാത്രമാണ് ഇപ്പോൾ, ഒരു മാല മാത്രമാണ് ഇപ്പോൾ ബംഗളൂരുവിലെ ജ്വല്ലറിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ സ്വർണം, ഇയാൾ കവർ ചെയ്ത സ്വർണം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. അതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഈ ഒരു 7ഓളം ക്ഷേത്രങ്ങളിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് 2 +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറസ്റ്റിലായിരിക്കുന്നു. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, രാത്രികാല പരിശോധന അത് ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വർണത്തിന്റെ വില അത് വലിയ തോതിൽ ഇങ്ങനെ കവർച്ചയ്ക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. സ്വർണത്തിന്റെ വില ഓരോ ദിവസം കഴിയുമ്പോഴും കുതിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ പ്രത്യേകിച്ച് ആളുകളില്ലാത്ത വീടുകളിൽ കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്ന വലിയ സംഘം തന്നെ കാസർഗോഡ് ജില്ലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രധാനമായും ഇവർ കവർച്ച ചെയ്തതിനു ശേഷം കർണാടകയിലേക്കോ അല്ലെങ്കിൽ ഗോവയിലേക്കോ കടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ വലിയ പ്രയാസമാണ്. ഇതിൽ ഈ കേസിലേക്ക് വന്നാൽ വിരലടയാളം, ഇവിടെ നിന്ന് ലഭിച്ച വിരലടയാളവും CCTV-യുമാണ് ഇതിൽ നിർണായകമായത്. KV ബൈജു ആണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.